നമസ്കാരം. നമുക്കിന്ന് ആത്മീയതയെപ്പറ്റി ഒരല്പം ചിന്തിക്കാം. ആത്മീയത ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നവരാകട്ടെ, നിങ്ങളുടെ കർമ്മപഥം എന്തുമാകട്ടെ, നിങ്ങൾ സമ്പന്നനോ ദരിദ്രനോ എന്തുമായി കൊണ്ടുപോട്ടെ, ആത്മീയ ജീവിതം നയിക്കുക വളരെ രസകരമായ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആത്മീയത വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യതയോടെ പാലിക്കുക, ഇതിനെ മതവുമായി ബന്ധപ്പെടുത്തുക, അതല്ല. ആ ആത്മീയതയെ പറ്റിയല്ല, അത് വേറൊരു തലമാണ്. ഞാൻ പറയുന്ന ആത്മീയത ഞാൻ ആര് എന്ന അന്വേഷണം, സ്വയം അന്വേഷണമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പല കാലഘട്ടങ്ങളിലൂടെ പല രൂപങ്ങളിലൂടെ കടന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോക്ക്, നമ്മൾ ആരാണെന്നുള്ള അന്വേഷണത്തിൻ്റെ തിരിച്ചു പോക്കാണ് ആത്മീയത. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഈ രൂപത്തിന് മുമ്പോ ചില രൂപപരിണാമങ്ങൾ ഉണ്ടായി. ഞാൻ യുവാവായിരുന്നു, കൗമാരക്കാരനായിരുന്നു, ശിശുവായിരുന്നു. അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനുണ്ടായിരുന്നു. അതിനു മുമ്പ് അച്ഛൻ്റെ ശരീരത്തിനുള്ളിൽ ബീജമായും അമ്മയുടെ ശരീരത്തിനുള്ളിൽ അണ്ഡമായും രണ്ട് ജീവനുകളായി ഞാനുണ്ടായിരുന്നു. അതിനു മുമ്പ് അവർ കഴിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ അവരിലേക്ക് വന്ന് അതുവഴി ആകണമല്ലോ ബീജവും അണ്ഡവും ഉണ്ടാവുക. അപ്പോൾ ബീജത്തിനും അണ്ഡത്തിനും മുമ്പ് ഭക്ഷണപദാർത്ഥങ്ങളായി ഞാനുണ്ടായിരുന്നു. ആ ഭക്ഷണപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മരങ്ങളിൽ ഞാനുണ്ടായിരുന്നു. ആ മരങ്ങൾക്ക് മുമ്പേ ഉള്ള വിത്തുകളിൽ അങ്ങനെ തേടി ഞാൻ ആരാണെന്നുള്ള അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഇവിടെ ഭൂമിയിൽ ജീവൻ ഉരുവാകുന്ന കാലത്തെ ഞാനുണ്ടായിരുന്നു എന്ന ഒരു സങ്കല്പത്തിലാണ്, യാഥാർത്ഥ്യത്തിലാണ്. അപ്പോൾ കടുക് മണിയോളം ഇത്തിരി പോന്ന ഈ ലോക ജീവിതത്തിന് ശേഷവും ഞാൻ ഉണ്ടാകണമല്ലോ. നമുക്ക് ഇത്തരം ഗഹനങ്ങളായ സംഗതികൾ വിട്ടിട്ട് ഈ കടുക് മണിയോളം പോകുന്ന ജീവിതത്തിൽ ഒരു ആത്മീയത എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. മനുഷ്യ ജീവിതത്തിലെ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ആചാര്യന്മാർ: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. പക്ഷേ അത് ശകലം കൂടെ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ 6 ഘട്ടമായിട്ട് നോക്കേണ്ടി വരും. 1 ശൈശവം, പ്രസവിച്ച് വീഴുന്നത് മുതൽ ഇങ്ങനെ പെരുവിരലുകൾ കൈക്കുള്ളിലാക്കി കളിക്കുന്ന ഒരു കുഞ്ഞുണ്ടാകുമല്ലോ. അതുമുതൽ സ്വയം ആരും വിദ്യാഭ്യാസം കൊടുക്കാതെ കമരാൻ തുടങ്ങുന്നു, എണീക്കാൻ തുടങ്ങുന്നു, നടക്കാൻ തുടങ്ങുന്നു. ഇതാരും പഠിപ്പിച്ചിട്ടല്ല, ഇത് സ്വയം തോന്നി ചെയ്യുന്നതാണ്. ഇതൊക്കെ ചെയ്ത് പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് മറ്റുള്ളവർ പഠിപ്പിച്ചു തുടങ്ങുക. അതോടെ കുഴപ്പങ്ങളും ആരംഭിക്കുന്നു. അത് വേറെ കാര്യം. അങ്ങനെ ശൈശവം, പിന്നെ ബാല്യം, കൗമാരം, യൗവനം കഴിയുന്നതല്ല, യൗവനം വിട പറയാനൊരുങ്ങുകയും വാർദ്ധക്യം വരാൻ അതിൻ്റെ ഇടയിലുള്ള ഒരു സംഗതിയുണ്ട്, മധ്യവയസ്സെന്നൊക്കെ പറയും. അത് 5ാം ഘട്ടം, പിന്നെ വാർദ്ധക്യം 6ാം ഘട്ടം. ഈ 6 ഘട്ടങ്ങളിൽ ഏതവസ്ഥയിലായിരുന്നാലും 2 അവസ്ഥകൾ നമ്മൾ ആ മനോഭാവത്തോടു കൂടി ജീവിച്ചാൽ അതായിരിക്കും ആത്മീയത എന്നെനിക്ക് തോന്നുന്നു. ഏതാണ് ആ 2 ഘട്ടങ്ങൾ? ആദ്യത്തെയും അവസാനത്തെയും ഘട്ടം തന്നെ. ആദ്യത്തെ ഘട്ടം വളരെ നിഷ്കളങ്കമായ, ആരുടെയും ശിക്ഷകളും ശാസനകളും ഏറ്റുവാങ്ങാത്ത, സ്നേഹം മാത്രം ഏറ്റുവാങ്ങുന്ന, മറ്റുള്ള ഒരാൾ ഉപദേശിക്കാൻ വരാത്ത, സ്വയം ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന പ്രായം, സ്വയം അധ്വാനം ചെയ്യുന്ന, സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന. കമരാൻ ആരും പിടിച്ച് കമത്തി കിടത്തുകയല്ല. എന്തുമാത്രം ബുദ്ധിമുട്ടിയ ആ കുഞ്ഞ് കമരാൻ പഠിക്കുക, നിലത്ത് കുത്തി എഴയാൻ പഠിക്കുക,
ഇതാരെങ്കിലും ചെയ്യിക്കുന്നതാണ്. അങ്ങനെ സ്വയം വിദ്യാഭ്യാസം നേടുന്ന ആ കാലഘട്ടവും പിന്നെ ബാക്കി ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് എല്ലാ ജീവിതാനുഭവങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് സ്വയം ഇരുത്തം വരുന്ന വാർദ്ധക്യം, ഈ രണ്ട് ഘട്ടങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ഇത്തിരി പോകുന്ന ജീവിതത്തിൽ നമ്മൾ ഏതവസ്ഥയിലും ആയിരിക്കും. ഇപ്പോൾ കൗമാരമാവാം, യൗവനമാകാം, ഏതവസ്ഥയിലും വാർദ്ധക്യം ഈ രണ്ടവസ്ഥയെയും കൂട്ടിക്കെട്ടി ഉള്ള മനോഭാവത്തോടെ കൂടി ജീവിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലുമേ ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേറൊരാളിന് കഴിയുകയുമില്ല. നിങ്ങൾക്ക് വേറൊരാളെ വേദനിപ്പിക്കാനും കഴിയില്ല. നിങ്ങളേത് പ്രായക്കാരനും ആവട്ടെ, നിങ്ങളേത് തൊഴിൽ മേഖലയിലുള്ളവരുമാകട്ടെ, ഈ ആത്മീയ മനോഭാവം കൈവിടാതിരുന്നാൽ നിങ്ങൾക്ക് ശാന്തതയോടെ ഈ കൊച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകും. നന്ദി.